ലക്ഷം രൂപയും 10 പവനുമായിട്ട് ഭാര്യയുടെ കാമുകനുമായിട്ട് കടന്നു കളഞ്ഞു. പച്ചവെള്ളം ചവച്ചു കുടിക്കണ പഞ്ചപാവം. വെറുതെ ഒരു കേസ് കൊടുത്തിട്ടിരുന്നത്. കാരണം ഒരു കേസ് വേണം, അങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നാൽ മതി. ബാക്കി ഞാനിവിടെ ബാക്കിയുള്ള പരിപാടിയെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ കേസ് മാത്രം കൊടുത്തിട്ടിരുന്നാൽ മതി. എന്താണ് ചെയ്തത്? ഭാര്യ 30 ലക്ഷം രൂപയും 10 പവനുമായിട്ട് ഭാര്യയുടെ കാമുകനുമായിട്ട് കടന്നു കളഞ്ഞു. നടക്കാത്ത കാര്യമാണ് നീ പറയണത്. എവിടെയാണെന്ന് അറിയത്തില്ല, ഒളിവിലാണ്. മക്കളോ? 2 മക്കളെ ഉപേക്ഷിച്ചിട്ടാണ് പോയത്. കേട്ടാൽ ആൾക്കാർ വിശ്വസിക്കുന്നിരുന്നെങ്കിലും പറയാമായിരുന്നു. അങ്ങനത്തെ കാര്യോടി എന്തൊരു ചെയ്യാ. നീ ഇപ്പൊ എനിക്ക് വിഷമമുണ്ട്. നീ തെറ്റ് ചെയ്യാത്ത നിന്നെ ഞാൻ എന്തിന് ഇങ്ങനെയൊക്കെ ഇട്ട് വീഡിയോയിലും അതിലും ഒക്കെ ഇട്ട് നാറ്റിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ എനിക്ക് വിഷമം ഉണ്ട് വിഷമം. പക്ഷേ വീണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലേ നിന്നെ, അതുകൊണ്ടാണെന്ന് തോന്നുന്നു. ഇഷ്ടം എനിക്ക് അങ്ങ് ഹൃദയത്തിൽ നിന്ന് അങ്ങ് അധികമായിപ്പോയി. ആ ഇഷ്ടം, ആ ഇഷ്ടത്തിൻ്റെ പുറത്താണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. എന്നോട് ക്ഷമിച്ചുകളെ. നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പഴയ വീട്ടിൽ അവിടെ തിരക്കിയപ്പോൾ അവർ പറഞ്ഞു വാടക വീട് ഒക്കെ ഉപേക്ഷിച്ചിട്ട് പോയിട്ട് 3 മാസത്തോളം ആയെന്ന് പറഞ്ഞു. ഇതെങ്ങനെ സാധിച്ചു? നിങ്ങൾ അറിയുന്നില്ല? അതൊന്നും ഞാൻ അറിയുന്നില്ല. എൻ്റെ കൂടെ പറഞ്ഞത് ഇപ്പോഴും നമ്മൾ വാടക വീട്ടിൽ തന്നെ എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത്. അപ്പോൾ അത് പ്രകാരം ഞാൻ ഇവരെ തിരക്കിയപ്പോഴാണ് അറിയുന്നത് ഇവളെ കാമുകൻ താനിത് കേൾക്കണുണ്ടാടോ? കേൾക്കുന്നുണ്ട് മുതലാളി. 3 മാസമായിട്ട് കുട്ടികളുമായി താമസിച്ച് വരികയാണെന്ന്. നിന്നെ അറിയാവുന്ന സർവ്വ എന്നെ വിളിക്കുന്നുണ്ട്. നിന്നെ അറിയാവുന്ന സർവ്വ ന്യൂസ് വിട്ടുകൊടുത്ത് ക്ലിപ്പ് വോയിസ് വിട്ടുകൊടുത്തിട്ടുണ്ട്. അതൊക്കെ കിടന്നൊന്ന് ഒഴുകട്ട്. ഈ അവർ തമ്മിൽ, പെണ്ണുങ്ങൾ തമ്മിൽ ഇനിയിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് വോയിസ് ഇട്ട് കൊടുക്കുമല്ലേ, മെസ്സേജുകൾ. അതൊന്നും ഒന്ന് സ്പ്രെഡായി ഒന്ന് ഓടി നടക്കട്ടെ നിന്റെ വോയിസ്, നിന്റെ ധൈര്യമൊക്കെ നാട്ടുകാരെന്ന് അറിയട്ടെ. ഞാൻ ഇവിടെ വന്ന് ഇവളെ നമ്പർ ബന്ധപ്പെട്ടപ്പോൾ ഇവള് പറഞ്ഞത് ദാ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് ഇവളെന്റെ കുട്ടികളെ കൊണ്ട് എന്റെ വീട്ടിലാക്കിയിട്ട് പൊക്കളഞ്ഞിട്ട് എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു കുട്ടികളെ കാണണമെങ്കിൽ വീട്ടിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞു. നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അതൊന്നും നിങ്ങൾ തിരക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. എനിക്ക് മുമ്പ് നിൽക്കുന്ന ഈ പ്രവാസിയുടെ ഏറെ സ്വപ്നമാണ് വീടെന്നൊരു സ്വപ്നം. ആ വീടിന് വേണ്ടി രക്തം വേർപ്പാക്കിയ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് മുങ്ങിയ ഇവൾ ഒരു താടക തന്നെയാണ്. കൈവിട്ട ആയുധം, വാവിട്ട വാക്ക്, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം. എന്തുകൊണ്ട് നിങ്ങൾ പൊന്നുകൾ നോക്കി? പാവം, അവന്റെ ഹൃദയം എന്ന് പറഞ്ഞാണ്ടല്ലോ പൂവാ, ചെമ്പരത്തി പൂ. പിന്നെ അടുത്ത സുരഭിയുടെ കേസേ ഇങ്ങനെ പറഞ്ഞപ്പോൾ കാണാം. സുരഭിയുടെ കേസ് കിടന്ന് ഇഴയുന്നെന്ന് പറഞ്ഞു. അവന്മാർ അവിടെ കൊണ്ട് പൈസ വല്ലതും എറിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. അതിപ്പോൾ പൊക്കാനുള്ള അടുത്ത 1 മണിക്കുള്ള ചാനലിൽ അത് ഇറങ്ങുമ്പോൾ വെഞ്ഞാറ മൂടിയിരിക്കുന്ന ഊരുടെ അവന്മാർ കൊണ്ട് ചാടും. നീ ആരോടാണ് എവിടെ നിന്നാണ് സംസാരിക്കണം? ബോറ നിനക്ക് വേണം കേട്ടാ. അപ്പോൾ അവന്മാർ അന്വേഷണം തുടങ്ങും. അതാണ് അടുത്ത വരുന്നത്, ആ 1 മണിക്ക് വരുന്ന ചാനലിൽ കേട്ടാ. എല്ലാത്തിലും 1 മണിക്ക് എത്തും. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു, ഇന്നലെ കഴിഞ്ഞായിരുന്നു. അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞായിരുന്നു. ഇന്ന് 1 മണിക്ക് ഇടുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇന്ന് 1 മണിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനൊക്കെ ഉണ്ടാക്കി. എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് 1 മണിക്ക് അടിച്ച് വിറകി കൊടുക്കും ലോകം മൊത്തം. അതിൽ നീ പറഞ്ഞ കണക്ക് നീ വോയിസ് ഇട്ടിട്ട് അതും കൂടെ ക്യാപ്പിച്ച് കൊടുത്തിട്ടാണ് ആ ഫോട്ടോ ഇട്ട് കൊടുത്തേ. നീ പറഞ്ഞില്ലേ നിന്നെ ഞാൻ കല്യാണം നടക്കുമല്ലോ, നീ ഇപ്പം കാണിച്ചു ഇട്ടില്ലേ 2 എണ്ണം, അത് 2ഉം അങ്ങ് കൊടുത്ത് നിന്റെ ചേർന്നിങ്ങനെ അവൻ്റെ ഒരു കൈ കൊണ്ട് നിന്റെ ചന്തി പിടിച്ചോണ്ടിരിക്കുന്നതും പിന്നെ അല്ലാതെ ചേർന്നിരിക്കുന്നതും 2ഉം കൊടുത്തങ്ങ് ഇട്ട് കൊടുത്ത്. അതാണ് ഇപ്പൊ അടുത്ത റീൽ ഓടാൻ പോണത്. പൈസ തന്നെ ഏതെങ്കിലും കടയിൽ ചെന്നിട്ട് ഷവർമയും ഷാർജയും ഒക്കെ കുടിക്കണോ, പൈസ വേണമെന്ന് പറഞ്ഞാൽ അത് ഞാൻ കൊടുത്തില്ല. വിശപ്പിന്റെ വില അറിയാതെ തന്നെയാണ് ഞാൻ അവരെ നോക്കിയത്. മൊത്തം കേട്ടാടി വേശൊക്കെ പറവേ. അവനെ വിളിച്ച് അറിയിച്ചാ നീ അവരുടെ പറഞ്ഞാലേ കൊണ്ട് അവനെ ഞാൻ തൂക്കിയില്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നീ രാജേഷ് എന്ന് വിളിക്കണ്ട, എന്ന് വിളിച്ചാൽ മതി കേട്ടാ. അവനെ കൊണ്ട് അവനും കൂടെ അടിയാൻ കൊടുക്കുന്ന പരിപാടി ഞാൻ ചെയ്തിട്ടുണ്ട് ഇവിടെ. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട്, പയ്യന്മാർ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ. നീ ചോദിച്ചു ഞാൻ കടയ്ക്കാതിരുന്നാൽ മതിയടി, ഇതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യും. അനിൽ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മളൊരു സാമൂഹ്യ പ്രവർത്തകനും അതേപോലെ തന്നെ മനുഷ്യാവകാശ സംഘടന പ്രവർത്തകനുമാണ്. നിങ്ങളുടെ ഈ മണ്ഡലത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചത്. എന്താണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത് ഇതൊന്നും അറിഞ്ഞില്ലേ? എന്ത് അവര് വഴക്ക് പറഞ്ഞ ചെങ്ങൈമാരായില്ലേ? നമ്മുടെ ദീപു ചാനലുകാരെ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ കാര്യം
ഈ പെണ്ണിനെ വിളിച്ചതുപോലെ കാര്യങ്ങൾ സംസാരിച്ചു. അപ്പോൾ പെണ്ണ് കരഞ്ഞ് പറഞ്ഞ് എൻ്റെ വീഡിയോയോ എൻ്റെ ഫോട്ടോയോ ഒന്നും കൊടുക്കരുത്, നമ്മുടെ ഫോട്ടോ ഒന്നും കൊടുക്കരുതെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് പറയാൻ പറ്റില്ല, നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ എന്തായാലും ഫോട്ടോ കൊടുക്കും, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുക പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ കുട്ടികളുമായിട്ട് അവരവിടെ പോയതും ഉല്ലസിച്ചതും സന്തോഷിച്ചതും കുറേ ഫോട്ടോയൊക്കെ കാണിച്ചു. അപ്പോൾ നമുക്ക് അതൊന്നും അങ്ങനെ ഇടാൻ പറ്റില്ല, കുട്ടികളെ ഫോട്ടോ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് പറയാനുള്ളതും നല്ല രീതിയിൽ അവരും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. എൻ്റെ സത്യവും കാര്യങ്ങളും എല്ലാം ബാക്കി ജനങ്ങൾ തീരുമാനിച്ചോളും ഇതിനകത്ത് എന്താണെന്നുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആ വീഡിയോ ഇത് ചെയ്തത്. പക്ഷേ നല്ല റീച്ചാണ്, ഇപ്പോൾ 1 ലക്ഷം പേര് കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പല കൂട്ടുകാരെയും കൊണ്ട് അതിനകത്ത് കമൻറ്റ് ഇടിയിപ്പിക്കണം. നല്ല രീതിയിൽ കമൻറ്റ് ബോക്സ് തുറന്നിട്ട് അതിനകത്ത് കമൻറ്റ് ഇടിക്കണം. എല്ലാത്തിലും കൂട്ടുകാർക്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞാൽ കമൻറ്റ് ഇട്ട് കൊടുക്കാൻ പറയണം. അതായത് കമൻ്റ് എന്ന് പറഞ്ഞാൽ എവളെ വെട്ടിക്കൊല്ലാണ് ചെയ്യണത്, എവളെ ഇനി ഒരിക്കലും ഒരു ചതിയും ആരെയും ചതിക്കരുത്, ആ രീതിയിൽ എന്നുള്ള രീതിയിലെ കമൻറ്റുകൾ, അവൾ മോശം കമൻറ്റുകൾ ഇടണം. ഓക്കെ, അങ്ങനെ ചെയ്യണം. ഒരെണ്ണം വിട്ട് കേട്ടാ, ഏതോ ആപ്പിളിൻ്റെ ചെമ്പോട്ട് കുഴപ്പമില്ല.